ഒരു KSRTC ഡ്രൈവർ ഹെൽമറ്റ് ധരിച്ച് പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടു. കാരണം ഒരു കല്ല് വലിച്ചെറിഞ്ഞാൽ ഒരുപക്ഷെ അവന് ഇനി അങ്ങോട്ട് വാഹനം ഓടിക്കാൻ കഴിയുന്ന അവസ്ഥ പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. പിന്നെ KSRTCയിൽ നിന്ന് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളൊക്കെ എന്നു കിട്ടി വരാനാണ് എന്നൊരു യാഥാർത്ഥ്യബോധം ഉണ്ടായിരിക്കാം. ഇതിപ്പോൾ പണി എടുക്കാൻ വരുന്ന ആളുകളുണ്ട്, പണി മുടക്കുന്നവരുണ്ട്. അത് രാഷ്ട്രീയമായ കാര്യമാണ് അവിടെ. പക്ഷേ ഏത് സമരം, എന്ത് അവകാശത്തിന്റെ പേരിലുള്ള സമരത്തിലാണെങ്കിലും അതൊക്കെ ബഹുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ അവിടെ കൈയൊക്കെ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് തോന്നിയവാസമാണ്. അടുത്തത് ബൈക്ക് തടയാൻ സ്വകാര്യ വാഹനമാണ്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട്. കണ്ണൻ, ഇത് ഈ വണ്ടിയിലിരിക്കുന്നവർ സമരക്കാരാണോ? ഹെൽമെറ്റ് വെച്ച ആളൊരു പുറത്തുണ്ട്. ഇതെന്താണ് സംഭവിച്ചത് അവിടെ? അത് താൽക്കാലിക ജീവനക്കാരനാണ്, അവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനാണ്. നന്ദു എന്നാണ് ആ വ്യക്തിയുടെ പേര്. അവിടെ സമരക്കാർ വന്ന ഈ പോസ്റ്റ് ഓഫീസ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പ്രകടനവുമായി എത്തിയാണ് പോസ്റ്റ് ഓഫീസ് അടച്ചത്. ആ സമയത്ത് ആ പോസ്റ്റ് ഓഫീസ് അടച്ച ശേഷം നന്ദുവും മറ്റൊരു ജീവനക്കാരനും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ഈ സമരക്കാരായിട്ടുള്ള ആൾക്കാർ അവരെ കയ്യേറ്റം ചെയ്യുന്നത്. ആദ്യം ആ ബൈക്കിന്റെ പുറയിലിരിക്കുന്ന വ്യക്തിയെ അസഭ്യം പറയുന്നു, പുറയിൽ കൂടി വന്ന് ഇടിക്കുന്നു. തൊട്ട് പിന്നാലെ തിരിച്ച് ആ വ്യക്തിയും പ്രതികരിക്കുന്നുണ്ട്. തൊട്ട് പിന്നാലെ ഈ ബൈക്കിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കൂടുതൽ ആൾക്കാർ വന്ന് ആ നന്ദു എന്ന് പറയുന്ന ജീവനക്കാരനെയും ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ്. അവർ പറഞ്ഞു പോസ്റ്റ് ഓഫീസ് പൂട്ടാൻ പറഞ്ഞു, പോസ്റ്റ് ഓഫീസ് പൂട്ടി. അതിനുശേഷം തിരിച്ച് പുറത്തേക്ക് പോകുന്ന സമയത്ത് പോലും കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരിടത്ത് പോലീസുകാർ ഒന്ന് മയപ്പെടുത്തി മുകളിലേക്ക് മുന്നോട്ട് വിടാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും അടുത്ത കൂട്ടം ആക്രമിക്കാൻ ആക്രോശിച്ചുകൊണ്ട് എത്തുകയാണ്. അതേ മാധു, അത്തരത്തിലുള്ള ഒരു സംഭവമാണ്. കാര്യം ഈ തൊഴിലാളികളെത്തി, സമരക്കാരെത്തി ആ പോസ്റ്റ് ഓഫീസ് പൂട്ടാൻ പറഞ്ഞു. അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് പോസ്റ്റ് ഓഫീസ് പൂട്ടി. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ്, എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ആദ്യം കുറെ സമരാനുകൂലികൾ വന്ന് പുറത്ത് ഇടിക്കുന്ന ഒരു സ്ഥിതിയാണ്. പിന്നീട് പോലീസ് ഇടപെട്ട് ആൾക്കാരെ മാറ്റുന്നു. അതിന് പിന്നാലെ മറ്റൊരു സംഘം എത്തി വീണ്ടും ആക്രമിക്കുകയാണ്. അവർ പറഞ്ഞത് കാര്യങ്ങൾ ചെയ്തിട്ട് പോലും വീണ്ടും ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് ഏത് അവകാശം നേടിയെടുക്കാനാണ്? ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്നാണ് പറയുന്നത്. കാരണം തോന്നിയാസത്തിന്റെ അങ്ങേയറ്റം. സമരത്തോട് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ എന്തായാലും ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് ഓഫീസ് പൂട്ടിയിറങ്ങിയ ആളെ പിന്നെ റോഡിൽ വെച്ച് മർദ്ദിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ കാണാം ആ പോസ്റ്റ് ഓഫീസിന്റെ ഗേറ്റ് പൂട്ടുന്ന ആരാണ്? ആ പോസ്റ്റ് ഓഫീസിന്റെ ഗേറ്റ് പൂട്ടാൻ ആർക്കാണ് ഇവിടെ നിയമപരമായ അവകാശമുള്ളത്? അത് അവിടുത്തെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കാണ്. അല്ലാതെ ഈ സമരക്കാർ ചെന്ന് നിന്നിട്ടാണോ ഇതിന്റെ ഗേറ്റ് പൂട്ടുന്നത്? എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? കാണാം, ഇത് ഗേറ്റ് പൂട്ടുന്ന അവിടുത്തെ മാത്രമല്ല, കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഗേറ്റും
ഇവിടുത്തെ CIT തൊഴിലാളികൾ സമരാനുകൂലികൾ പൂട്ടുന്നൊരവസ്ഥയുണ്ടായി. ഇപ്പോൾ നമ്മൾ ആ കണ്ട ദൃശ്യങ്ങളിലും അവിടുത്തെ സമരാനുകൂലികളായിട്ടുള്ള ആൾക്കാർ ഇവർക്ക് ആരാണ് ഈ ഗേറ്റ് പൂട്ടാനും ഒക്കെ ഉള്ള അവകാശം കൊടുത്തതെന്നുള്ളതാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ പോസ്റ്റൽ സംവിധാനം എന്ന് വെച്ചാൽ പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. ആ സ്ഥാപനങ്ങളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ഈ പാല്, പത്രം, മരുന്നുകട തുറന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, പോസ്റ്റ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. അവിടെ എത്തുന്ന ജീവനക്കാരെ ആക്രമിക്കുക, പിന്നീട് ഇവരുടെ ഭീഷണി സഹിക്കാൻ വയ്യാതെ ആ സ്ഥാപനങ്ങൾ പൂട്ടിക്കഴിഞ്ഞാൽ പൂട്ടി പുറത്തേക്ക് പോകുന്ന ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുക, അസഭ്യം പറയുക, അങ്ങനെയൊക്കെയാണ്. ഒരു എന്ത് അവകാശം നേടിയെടുക്കാനാണെങ്കിലും നേടിയെടുത്ത അവകാശങ്ങൾ എന്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും ഇത്തരത്തിലുള്ള ചെയ്തികൾ വളരെ മോശമാണ്. ശരി, എന്തായാലും വളരെ ഒരു തൊഴിലാളി സമരം എത്രത്തോളം തൊഴിലാളി വിരുദ്ധമായി, മനുഷ്യത്വ വിരുദ്ധമായി മാറുന്നെന്ന് മാധു നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി ഓഫീസിലേക്ക് പണിമുടക്കിനോട് അനുഭവം പ്രകടിപ്പിച്ച് നടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി ജോലി ചെയ്യുകയാണ്. അതേപോലെ സർക്കാർ ആശുപത്രിയിൽ പോയി ജോലി ചെയ്യേണ്ട ആളുകളാണ് ഒരു ദിവസത്തെ ശമ്പളം നഷ്ടപ്പെടുത്തി ഇതിനോട് മനസ്സോടെയോ മനസ്സില്ലാതെയോ അനുകൂലിക്കുന്നത്, ഒപ്പം ജോലി ചെയ്യുന്നവരെ തടയുകയും ചെയ്യുന്നത്. തടയുക എന്ന് പറഞ്ഞാൽ ദിവസം പണിമുടക്ക് നടത്താൻ വേണ്ടി ഗുണ്ടാ സംഘം വഴിയിലിറങ്ങുന്നതിനെ അല്ല സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് ആശയ പ്രചാരണത്തിലൂടെ സംഘടനാബോധം വളർത്തി നടപ്പിലാക്കേണ്ടതാണ്. അതിന് പകരം ആളുകളെ വഴിയിൽ തഴയുക, അവരെ തല്ലുക, അവരെ അസഭ്യം പറയുക, കയ്യേറ്റം ചെയ്യുക, ആൾക്കൂട്ട ഭീകരത നടപ്പിലാക്കുക എന്ന രീതിയിൽ വെച്ച് പുലർത്തുകയാണ് എങ്കിൽ ഒരാശയപരമായ ഐക്യദാർഢ്യവും ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് പറയാതെ പോകവേ.